والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. പ്രസത്തെ സഹോദരന്മാർ, സൂറത്തുൽ ഫാത്തിഹയുടെ ബിസ്മി എത്തിക്കണങ്ങ് മനസ്സിലാക്കി വന്നത്. സൂറത്തുൽ ഫാത്തിഹയിലുള്ളത് എത്തിക്കർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലും. ഈ ഖുർആനിൽ നമുക്ക് കണ്ടതായ ഈ ആയത്ത്, അതിൽ പ്രധാനമായിട്ടുള്ള ചില മസ്അല എത്തിക്കർ നമുക്ക് മനസ്സിലാക്കുള്ളത്. അതിൽ ഒന്നാമത്തെ ഇത് നമുക്ക് അറിയാവുന്ന വിഷയം കഴിഞ്ഞ ക്ലാസ്സിലൊരു സൂചന പോലെ അരിപ്പാട്ടിന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലുന്നതിലുള്ള ബ, ആ ഫസ്റ്റത്തെ ബ, ബിസ്മിലെ ബ, അതിലൊന്ന് കറക്റ്റ് ഒന്ന് മനസ്സിലാക്കും. ബിസ്മിലെ ബാഗ് പ്രത്യേകമായിട്ടും ബാ ഉൽ ബറക്ക, ബർക്കത്ത് കൊല്ലെ ബാ ചൊല്ലുന്നത്. അതേപോലെ ബാ ഉൽ ഇസ്തിആന, സഹായത്തേട്ടത്ത് കൊല്ലെ ബാ. ആറിൽ നിന്ന് ബർക്കത്ത് എടുക്കരേ? അള്ളാഹുൽ നിന്ന്. ആറിൽ നിന്ന് സഹായ കേക്കരേ? അള്ളാഹുൽ നിന്ന്. അതുകൊണ്ട് തൈത്തിക്കർ ആ ബാക്ക് ബാ ഉൽ ബർക്ക, ബറക്കത്തിന്റെ ബാബ് ബാ ചൊല്ലിക്കർ അറിയപ്പെട്ടു. അല്ലെങ്കിൽ ഇസ്തിആന, സഹായത്തേടെ കൊല്ലെ ബാ. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലുമ്പോൾ ഒന്നാമത്തെ ബ ബർക്കത്തിന്റെ ബാ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അർത്ഥം വെക്കുക ചൊല്ലി അള്ളാഹുരെ പേര് കൊണ്ടുത്തു. അപ്പോൾ ഒന്നാമത്തെ വിഷയം കൊണ്ടുത്തു ചൊന്തോ നടുവൊന്നങ്ങ് വെച്ച നിങ്ങൾ ഡയറക്റ്റ് അള്ളാഹുർട്ട് കേട്ടല്ല. അപ്പോൾ നിങ്ങൾ നടുവിൽ വെച്ച് തൈത്തിക്കർ സഹായ കേട്ടോന്ന് തൊല്ല അള്ളാഹുരട്ടിക. അപ്പൊ നടുവിൽ എന്തിനൈത്തിക്കർ വെച്ച്? അള്ളാഹുരെ പേര് എത്തിക്കർ വെച്ച്. അത് പ്രധാനമായിട്ട് മനസ്സിലാക്കില്ല. അവിടെ ഈ ബാ കൊണ്ടുത്ത് ബന്ധതൈത്തിക്കർ ಅಂದ್ರೆ തവസ്സുൽ ചൊന്തുള്ള ഒരു സംഭവം. തവസ്സുൽ ചൊന്നെങ്കിൽ നടുവിൽ വെച്ചിട്ട് കേക്കരുത് അള്ളാഹുരട്ടിക. അപ്പൊ പ്രത്യേകമായിട്ടും ഞങ്ങൾ വിചാരിച്ചത് എന്തും അള്ളാഹുരട്ടിക്ക് നടുവിൽ വെച്ച് കേക്കോ തീരാ ചൊന്ത, അങ്ങനല്ല. അള്ളാഹു പടുപ്പാട്ടിത് എന്തുണ്ടോ അതിൽ വെച്ചിട്ട് കേൾക്കാം. അതൈത്തിക്കർ തവസ്സുലുൽ മശ്റൂ, ഇസ്ലാം അനുവദിക്കപ്പെട്ടതായ തവസ്സുലുണ്ട്. ചില ഉസ്താദുമാർ പടുപ്പാട്ട് പ്രത്യേകമായിട്ടുള്ള തവസ്സുലുൽ മംനൂ, ഹറാമായിട്ടുള്ള തവസ്സുലുണ്ട്, ഷിർക്കായിട്ടുള്ള തവസ്സുലുണ്ട്, ബിദ്അത്ത് എത്തുപാട്ടതുണ്ട്. പക്ഷെ ഇവിടെ അതല്ല, അള്ളാഹും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടുപ്പാട്ടിയതുണ്ട്. അത് ഏതൈത്തിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് ചോദിച്ചു, അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗു ഇലൈഹിൽ വസീല. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിക്കറു മുഅ്മിനീങ്ങൾ, എന്നിട്ട് അല്ലാഹുക്ക് മുട്ടാവുകയില്ല ഒരു വസീലത്ത് നിങ്ങൾ തേടറു. ഒരു വസീലത്ത് ഒരു റൂട്ട് നടുവിൽ വെക്കുന്നത് തേടറു. അപ്പൊ ഏതൈത്തിക്കർ അത്? അതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാടി തന്നത്, ഖുർആനിലും അല്ലാഹു വരിപ്പാടി തന്നത്. ഒന്നാമത്തെ എന്തൈത്തിക്കർ പ്രത്യേകമായിട്ടും മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേര് വെച്ച് തൈത്തിക്കർ ദുആർക്കറ. ദ്വാർക്കിന്റെ സന്ദർഭത്തിൽ നടുവിൽ ഒന്നര വെക്കുന്നതിൽ ഒന്നാമത്തത് അള്ളാഹുന്റെ പേര്. അത് ആറൈത്തിക്കർ അരിപ്പാട്ടിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അരിപ്പാട്ടിയ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുക്ക് അത്യുത്തമമായിട്ടുള്ള പേരുണ്ട്, അതുകൊണ്ട് അതിന് മുഖാന്തരം നിങ്ങൾ അള്ളാഹുരട്ടിക്ക് ദ്വാർക്കും. അന്നങ്ങ് ആഗ്രഹിക്കറ അങ്ങനെ അല്ലാഹുമ്മ അൻത ഷാഫി, അള്ളാഹുവെ നീനൈത്തിക്കറ ഷാഫി. അപ്പൊ അള്ളാഹു ഒരു അഷാഫി എന്നുള്ള പേരെ വെച്ച് ചൊല്ലേ, അള്ളാഹുവെ നക്ക് പുറത്തു താ, അള്ളാഹ് നക്ക് മാഫാക്കി താ, അള്ളാഹ്. അള്ളാഹുവെ അൻതൽ ഗഫൂർ, നീനൈത്തിക്കറ മാഫാക്രോൺ റബ്ബെ, അതുകൊണ്ട് നക്ക് മാഫാക്കി താ, അള്ളാഹ്. അള്ളാഹുരെ എന്തിനു വെച്ച് നങ്ങ് നടുലു അള്ളാഹുരെ പേര്. അള്ളാഹുവെ നീനൈത്തിക്കറ റഹ്മാൻ റബ്ബെ, എല്ലാത്തിനും എല്ലാവരുടെ മേൽ കരുണ കാട്ടോ നീനൈത്തിക്കറ റബ്ബെ, അതുകൊണ്ട് നിന്റെ മേൽ കരുണ കാട്ടല്ലാ. അള്ളാഹുരെ പേര് നങ്ങ് വെച്ച്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേര് നമ്മൾ വെച്ചിട്ട് നിങ്ങൾ കേൾക്കണം ചൊല്ലുന്നത്. ഇത് ഇസ്ലാം പടുപ്പാട്ടി തൈത്തിക്കർ, ഖുർആനും സുന്നത്ത് അരിപ്പാട്ടി തൈത്തിക്കർ. അപ്പൊ ഇതൈത്തിക്കർ ഒന്നാമത്തെ തവസ്സുൽ ചൊല്ലുന്നത്. രണ്ടാമത്തെ ഒരു തവസ്സുൽ കൂടിയുണ്ട്. ഞങ്ങളെ നല്ല അത്യുത്തമമായിട്ടുള്ള അമലു സ്വാലിഹാത്ത് വെച്ചിട്ട് അള്ളാഹുരട്ടി കേൾക്കറേ. ഉല്ലതിൽ നല്ല ഇബാദത്ത് അതിൽ വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കരുതുണ്ട്. അത് ഖുർആനിൽ അല്ലാഹു അരിപ്പാട്ടി തൈത്തിക്കർ. എന്താ മുഅ്മിനീങ്ങൾ ചൊല്ലുന്ന വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത്, റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ. റബ്ബനാ, ഓ ഞങ്ങളെ റബ്ബേ, ഇന്നനാ തീർച്ചയായിട്ടും നങ്ങ, ആമന്നാ നിന്നിൽ ഈമാൻ വെച്ചിര റബ്ബേ, ഫഗ്ഫിർ ലനാ നീ ഞങ്ങൾക്ക് മാഫാക്കി താ അല്ലാഹ്. അപ്പൊ നിങ്ങൾ ഈ അമലൈത്തിക്കർ വെച്ച് ഞങ്ങളെ ഈമാൻ ചൊല്ലുന്ന അമലൈത്തിക്കർ അല്ലാഹുർട്ടി വെച്ച്, റബ്ബേ ഞാൻ ഹറാമിയത്തിലും ബെഡക്കത്തിലും കുഫറിലും ഷിർക്കിലിന്ന റബ്ബേ, നീന് ഹിദായത്ത് തന്ന റബ്ബേ, അതുകൊണ്ട് നിന്നെ ഞാൻ ഈമാൻ വെച്ച് തുല്ല റബ്ബേ. ആ ഒരു ഈമാൻ കാരണം നിനക്ക് ബന്ധുല്ല മുസീബത്തിലെല്ലാം താക്കല്ല. ഇത് അനുവദിക്കപ്പെട്ടതായിരിക്കും. ഇത് ഇസ്ലാം പടപ്പാട്ടിയതായിരിക്കും.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബനു ഇസ്രായേലിന്റെ 3 സ്റ്റോറി ചൊല്ലിട്ട് കാണാം. 3 ആൾമാർ അങ്ങ ജോറ് മലവന്റെ സന്ദർഭത്തിൽ ഒരു ഗുഹരുൾക്ക് പോയാർ കല്ല് വന്ന് മൂടിത്തു അങ്ങ് പുറത്തുപുറകാവത്തെ വലയിത്തു അങ്ങ് എന്തരാക്കിയാർ അങ്ങ് ചൊന്നാർ ഓടി നിന്ന് രക്ഷപ്പെടണം നങ്ങ ആക്കിയ നല്ലതിരെ എടുത്തത് അള്ളാഹുരൊട്ടിക്ക് ദ്വാർക്കാം. അപ്പൊ ഒന്നാമത്തെ ആൾ ചൊന്തു റബ്ബേ ഞാൻ എല്ലാ നാളും എന്റെ ഉമ്മക്ക് അബ്ബകും പാൽ കൊടുത്തേറ്റിക്കറ് ജാമണ ഉറങ്ങരുത് അങ്ങ് കുടിക്കാത്ത അങ്ങ് കുടിക്കില്ല എന്റെ മക്കൾക്ക് കൊടുക്കില്ല നാനും കുടിക്കില്ല. അങ്ങനെ ഒരു നാൾ വന്നപ്പോ അബ്ബാ ഉമ്മ ഉറങ്ങിയാർ. അങ്ങനെ അബ്ബാ ഉമ്മ എനിക്കിരോടത്തോളന്നാണ് ഈ പാല് എന്റെ മക്കൾക്കും കൊടുക്കാത്ത നാനും കുടിക്കാത്ത അങ്ങ് ആറ് കുടിക്കാത്ത മക്കൾക്ക് ആവശ്യത്ത് പോലും അതിനങ്ങനെ വെച്ച അബ്ബാ ഉമ്മ എനിച്ചിട്ട് അങ്ങ് കുടിച്ചാൽ പിന്നെ ഈ തിക്കരെന്ന് അങ്ങ് യൂസ് ആക്കിയത്. അപ്പൊ ഈ ഒരു അമലു സാലിഹത്ത് ബിർറുൽ വാലിദൈൻ അബ്ബാ ഉമ്മരെ ആ ഒരു കേറാക്കരുതും അബ്ബാ ഉമ്മറെ മേലെ ഹബ്ബാക്കരുത് ആ അമലു സാലിഹാത്ത് എന്തുണ്ടാ അത് നന്നിൽ സ്വീകരിക്കരെന്തായെങ്കിൽ നിങ്ങൾക്ക് വന്നൊല്ലി മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടുത്തല്ല. ഒരു വലിയൊരു അമലു സാലിഹത്തെ എത്തിക്കർ മുന്നോൽ വെച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല തെല്ലാം ഓപ്പൺ ആക്കി അങ്ങ് പുറത്തു പോകില്ല. പിന്നൊരാൾ അയാൾ ചൊന്തു റബ്ബേ നന്റെ ഒരു ഫാമിലിയിൽ ഒരു പെണ്ണു അവളെ ഞാൻ ചുമ കൊതിച്ച് ആഗ്രഹിച്ച അവൾ എന്നും ഒതുങ്ങി തറവ് റെഡിയാവില്ല. ആയെങ്കിൽ ഒരു നാൾ അവൾക്ക് ചില പൈസ ആവശ്യം വന്നു നാനാവട്ട് നല്ല കാശിന്നാളായിട്ടിക്കറ ആ പൈസ അവള് കേക്കോ വന്നപ്പോ ഞാൻ ചൊന്ന നീ നക്ക് ഒതുങ്ങി തണ്ടേ എന്തായെങ്കിൽ നാ നിക്ക് ആ കാശ് തണ്ടേ. അങ്ങനെ ആ പെണ്ണ് മജ്ബൂറെയ്ത്ത് ഏറ്റെടുത്തത് ഒപ്പിത്ത് അങ്ങനെ ലൈംഗികത്തിൽ ഏർപ്പെട്ടിറങ്ങുന്ന ആ ഒരു സന്ദർഭത്തിൽ ആ പെണ്ണ് ചൊന്തുള്ള ഇത്തഖില്ല നീ അല്ലാഹുവെ പേടിക്കും ഈ ഒരു ഹറാമായ സ്വരத்துக்கு നീ പോത്തിറ ഹലാലായ രൂപത്തിലല്ലാന്ത് ഈ ഒരു സ്വരം നീ ആക്കുതീറ ഇത്തഖില്ല നീ അല്ലാഹുവെ പേടിക്കും റബ്ബേ അവള് ഇത്തഖില്ല നീ റബ്ബരെ പേടി ചൊന്തു ചൊല്ലുമ്പോ പറക്ക കേട്ടുമ്പോ ഞാൻ പേടിച്ച് ഓടിയ റബ്ബേ അതിൽ ആക്കാത്ത ഞാൻ ഓടിയ റബ്ബേ അത് നിക്ക് വേണ്ടി താക്കിയത് റബ്ബേ നീ ആ ദണ്ടിൽ നിന്ന് സ്വീകരിക്കുന്നതായി ഞങ്ങളെ മുസീബത്തിൽ താക്കല്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടി ഓപ്പൺ ആക്കി കൊടുത്തത് അയങ്ങൾക്ക് പുറത്തു പോകയില്ല. മൂന്നാമത്തെ ആൾ കൂടി ഇത് വാർന്നിട്ട് അയാൾ ചൊന്തു റബ്ബേ നക്കൊരു ഖാദിം ഒരു സ്വർത്തിൽ ഒരു ആളിന് അയാൾ ഓർക്ക് അയാളെ സമ്പളത്തെ വിട്ടുപോയിത്തു ചൊമ്മ വർഷം കഴിഞ്ഞാൽ പിന്നെ ബെറോ ಬಂದು ചൊന്തു നന്റെ ഒരു സമ്പളം നീ തറ ബാക്കിയുണ്ടല്ല നക്കതാ. അപ്പൊ ഞാൻ അയാൾക്ക് ഇപ്പുറ സൈഡിലുള്ളങ്ങനത്തെ ആടും അതേപോലെ ഇതെല്ലാം മൃഗല്ല സാക്കു മൃഗല്ലോ എന്തെല്ലാം ഉണ്ടാ അതിനെ കാട്ടിച്ചൊന്ന് ഇതെല്ലാം നീൻ എടുത്തു കാണിച്ചു. അപ്പൊ അയാൾ ചൊന്തു നന്റെ തമാസാക്കരം നീನು അപ്പൊ നാ ചൊന്ന ഇതെല്ലാം നിന്റെ കാസിൽ നിന്ന് എത്തിക്കാൻ ഞാൻ എടുത്തത് അതുകൊണ്ട് നീ എടുത്തു കൊടുത്തു അവന്റെ എല്ലാ സമ്പത്തും ഞാൻ കൊടുത്തേ റബ്ബേ അവന്റെ കാസ് മാത്രമേ ചെറിയ പൈസ കൊടുത്തല്ല ബദൽക്ക് ആ കാസ് വെച്ചിട്ട് എന്തെല്ലാം ഞാൻ അവന്റെ ഇവിടെ ഡെവലപ്മെന്റ് ആക്കിയത് അതെല്ലാം ഞാൻ അവന് കൊടുത്തു വിട്ട റബ്ബേ അതുകൊണ്ട് ഇത് നണ്ടിൽ നിന്ന് സ്വീകരിக்கிறேன் തായെങ്കിൽ നമുക്ക് ಬಂತಲ್ಲ മുസീബത്തിൽ ಇಲ್ಲ ಅಂತಾಕಲ್ಲ പൂർണ്ണമായിട്ടും അങ്ങ് തുറന്നു കൊടുത്തതു അങ്ങ് പുറത്തു പോകില്ല വ്യവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി കൊടുത്ത. അപ്പോൾ അങ്ങ് എന്തിനെത്തിക്കർ മുന്നോൽ വെച്ചത് നല്ലൊരു അമലു സ്വാലിഹ് എത്തിക്കർ. അപ്പൊ നിങ്ങൾക്ക് ആക്കട്ടെ അങ്ങ് ആത്മാർത്ഥമായിട്ട് ഒരു ജനറാക്കാത്ത് നിസ്കരിച്ചെന്തായെങ്കിൽ റബ്ബേ ഇത് നിക്ക് വേണ്ടി താൻ നിസ്കരിച്ചത് റബ്ബേ നീ നന്നിൽ നിന്ന് സ്വീകരിക്കുന്നതായെങ്കിൽ നമുക്ക് ಬಂತಲ್ಲ ഇന്ന മുസീബത്തിൽ ಇಲ್ಲ ಅಂತಾಕಲ್ಲ റബ്ബേ നന്റെ തപ്പുരെ നീನು മാഫാക്കിത അല്ലാ ഇങ്ങനെ ചൊല്ലാം. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ട് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുള്ള വിഷയിത്തിക്കർ. അപ്പൊ ഇവിടെ ഞങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീമിൽ എന്താക്കിയോല്ലേ ഞങ്ങൾ അള്ളാഹുരെ പേര് കൊണ്ട് തൈത്തിക്കർ സഹായിക്കട്ടോല്ലേ. അപ്പോൾ ഒരു സംശയം ഏത് പേരൈത്തിക്കർ ഉദ്ദേശിക്കര് അള്ളാഹുരെ എല്ലാ പേരൈത്തിക്കരോട് ഉദ്ദേശമുണ്ട്. അള്ളാഹു ചൊന്തൽ ഇസ്മുൽ ജലാല ജലാലത്തിൽ അടിപ്പാട്ടതായ ഇസ്മു ചൊന്തു അത് മാത്രല്ല അതിലൊട്ടി അള്ളാഹുരെ ഏതെല്ലാം പേരുണ്ടാ എല്ലാ പേരെ ഉൾക്കൊണ്ട് തൈത്തിക്കർ ഞങ്ങൾ സഹായിക്കട്ടോന്നുള്ളത്. അപ്പൊ ബിസ്മില്ല അള്ളാഹുരെ പേര് കൊണ്ട് ചൊല്ലുമ്പോ അള്ളാഹുരെ എല്ലാ പേരും വന്നു എന്തൈത്തിക്ക് ഞങ്ങൾ ഉദ്ദേശിക്കരോടെ അവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് സങ്കല്പിക്കണം ഇത് പറു ചിലപ്പോ ഞങ്ങൾക്ക് എന്തൈത്തിക്കർ സങ്കല്പിക്കുന്നത് ബിസ്മില്ലാഹി അതുറുസു ബിസ്മില്ല ഞാൻ അള്ളാഹുരെ പേര് കൊണ്ട് അള്ളാഹുരെ പേര് അള്ളാഹുരെ എല്ലാ പേര് സഹായം കൊണ്ടുത്തു ഞാൻ പഠിക്കിര അല്ലെങ്കിൽ ആക്കുലു ബിസ്മില്ല അള്ളാഹുരെ പേര് സഹായം കൊണ്ടുത്തു ഞാൻ തിന്നുര അതേപോലെ ഞാൻ കുടിക്കിற അഷ്റബു ബിസ്മില്ല അള്ളാഹുരെ പേര് സഹായം കൊണ്ടുത്താണ് അല്ലെങ്കിൽ ബർക്കത്ത് കൊണ്ടുത്താണ് കുടിക്കിര. അപ്പൊ ഇവിടെ ഒരു മനസ്സിലാക്കൊണ്ട് ഈ കുടിക്കുമ്പോക്കും തിന്നുമ്പോഴെല്ലാം ഞങ്ങൾ ബിസ്മി ചൊല്ലല്ലേ എന്തൊരു ഉദ്ദേശം എന്ന് മനസ്സിലാക്കിറാറാ ഒരു ചെറിയ രൂപത്തിൽ അറിഞ്ഞു വെക്കോ ഞാൻ ബിസ്മില്ല ചൊന്തു തിന്നുമ്പോൾ ഉദ്ദേശിക്കറേ ഈ ഫുഡ് നക്ക് ഹലാലായി തിക്കോണു റബ്ബേ ഈ ഫുഡിൽ നിന്ന് നക്കൊരു മുസീബത്ത് ബറത്തീറ റബ്ബേ ആ ഒരു വിചാരത്തിൽ ഇനി തിന്നുമ്പോ മനസ്സിലങ്ങനെ പറഞ്ഞു ബിസ്മില്ലാ ചൊന്തിങ്ങനെ തിന്നുമ്പോ റബ്ബേ ഈ ഫുഡ് നക്കൊരു മുസീബത്ത് ബറത്തീറ ചിലപ്പോ തൊണ്ടിൽ സിക്കിതെന്തെങ്കിലും ആവുരമ എന്നേങ്ങുറും ഏതെങ്കിലും രൂപത്തിൽ അല്ലെങ്കിൽ ഇതിനൊക്കെ എന്താവത്തീറ ഹറാമൈത്തുള്ള ഫുഡ് ആവത്തീറ റബ്ബേ ഇങ്ങനെ എത്തിക്കുന്ന ഞങ്ങളുടെ ഉദ്ദേശം സങ്കല്പിക്കരുത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേര് കൊണ്ടുത്തു ഞങ്ങൾ എന്താക്കറ
അള്ളാഹുരെ എല്ലാ പേരും കൊടുത്തു. അപ്പൊ അള്ളാഹുരെ എല്ലാ പേരെ സഹായ കൊണ്ടുത്തു നാണ് പഠിക്കിരാ ദൈത്തിക്കണങ്ങ ബിസ്മി ചൊല്ലുമ്പോക്ക് അവിടെ ഉദ്ദേശിക്കും. അല്ലെങ്കിൽ തിന്നര കുടിക്കര തുടങ്ങര ഏതോതൊരു വിഷയത്തിക്കറാണ് ആക്കുപോണ്ടത് അതൊരു സങ്കല്പിക്കണം ഇത്തി പറഞ്ഞു. അപ്പൊ അവിടെ അത് ഇത്തിക്കർ മനസ്സിലാക്കൊല്ലേ ഒരു വിഷയം. അതൊരൊട്ടിಗೆ മനസ്സിലാക്കൊല്ലത് ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ ചൊല്ലുന്നത് അവസാനത്തിൽ അള്ളാഹുരെ രണ്ട് പേര്. ഇനി അൽഹംദുലില്ലാഹ് ചൊല്ലുന്നു പിന്നോർക്ക് അള്ളാഹു റഹ്മാൻ റഹീം പേര് പറയുമ്പോൾ അള്ളാഹുരെ പേരിലുള്ള വിശ്വാസത്തിൽ ചില പ്രധാനമായിട്ടുള്ള വിശ്വാസം നിങ്ങൾക്ക് അറിയുകൊണ്ട് അതങ്ങ് അറിയാത്ത പലവട്ടം പല മിസ്റ്റേക്കും ആക്കി പോയാ. അപ്പൊ അതൊരു പ്രത്യേകമായി തങ്ങ് അറിവുണ്ട്. അങ്ങനെ അതിന് മുന്നോളി ചൊല്ലേ അർ-റഹ്മാൻ അർ-റഹീം ചൊല്ലുന്നതിന് എന്തെല്ലാം അർത്ഥ ഉലമാക്കന്മാർ കൊടുത്താറ് അതൊരു ചെറിയ രൂപത്തിൽ മനസ്സിലാക്കി വെക്കും. അർ-റഹ്മാനും അർ-റഹീം ഏകദേശം രണ്ടും ഒരേ അർത്ഥത്തിൽ കാണുന്ന കരുണയുള്ളോന്ന് ചൊത്തു. അർ-റഹ്മാൻ ചൊല്ലുമ്പോൾ ഉലമാക്കന്മാർ അരിപ്പാട്ട് ധാരാളമായിട്ടും കരുണ ഉള്ളോണം എത്തിക്രാന്ത്. അർ-റഹീം ചൊല്ലുമ്പോൾ ധാരാളമായിട്ടും കരുണ കാട്ടോണ എത്തിക്രാം. അതികൂടെ രണ്ടുക്കും രണ്ട് വ്യാഖ്യാന ഉലമാക്കന്മാർ ചെറിയൊരു ഡിഫറൻസ് കൊടുത്തത് കാണാം. അർ-റഹ്മാൻ ചൊന്നെങ്കിൽ ഭൂമിയിലുള്ള എല്ലാവർക്കും അവന് മുസ്ലിം ആവട്ടോ കാഫിർ ആവട്ടോ അവನು നിരീശ്വരവാദി ആവട്ടെ ഏതായെങ്കും അവനക്ക് മക്കളെ കൊടുക്കരുത് അല്ലാ ഇത് അള്ളാഹുരെ റഹ്മത്തിന്റെ ഭാഗം എത്തിക്കർ. അവന് ഫുഡ് കൊടുക്കരുത് റിസ്ക് കൊടുക്കരുതാറ് അള്ളാഹുവേ റഹ്മത്തിന്റെ ഭാഗം എത്തിക്കർ. അവനക്ക് സമ്പത്തിന് കൊടുക്കരുതാറ് അതും അള്ളാഹു എത്തിക്കർ. ഏതിന്റെ ഭാഗ റഹ്മാൻ ചൊത്തിൽ ആ റഹ്മത്തിന്റെ ഭാഗം എത്തിക്കർ. അള്ളാഹുരെ റഹ്മത്തിന്റെ ഭാഗം എത്തിക്കരോട് ജീവിക്കരെല്ലാം അവന് കാഫിറായെങ്കും എങ്ങനെ ആയെങ്കും ആയെങ്ക റഹീം ചൊല്ലുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ടും മുഅ്മിനീങ്ങളുടെ വിഷയത്തിൽ എടുത്തെടുത്ത് ചൊന്നത് പ്രത്യേകമായിട്ടും ഖുർആന്റെ ആയത്തും കാണുന്നത് വകാന ബിൽ മുഅ്മിനീന റഹീമാ. മുഅ്മിനീങ്ങളുടെ വിഷയത്തിൽ അള്ളാഹു യാറ കരുണ ഉള്ളവനെ ഇത്തിക്കറ. അപ്പോൾ അവിടെ എന്ത് ഇത്തിക്കർ ഉദ്ദേശിക്കറ് യാറ കരുണ കാട്ടോണ ഇത്തിക്കറ. എപ്പ ഇത്തിക്കർ കാട്ടേ ദുനിയാവിലും അള്ളാഹുർ അനുസരിച്ചിട്ട് മുഅ്മിനൈത്ത് ഇസ്ലാമിലൈത്ത് ജീവിച്ചവൻകു പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മ കാട്ടറ. സ്വർഗത്തിക്ക് പ്രവേശനത്തിക്കുള്ള അള്ളാഹുരെ കാരുണ്യ ഇത്തിക്കറ്. അതല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് അള്ളാഹുരെ കാരുണ്യ ഇല്ലാത്തായെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്ക് സ്വർഗപ്രവേശനം സാധ്യമില്ല. എത്ര വലിയ അമലെടുത്തെങ്കും ഒരു പടി എതിർവെക്കുക സാധ്യമില്ല. എത്ര വലിയ മുത്തക്കിയായെങ്കും. അപ്പൊ സഹാബിമാർ കേട്ടാറ് അന്ത യാ റസൂലല്ലാ അങ്ങനത്തെ നിങ്ങ. അപ്പൊ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് നാണും എന്റെ റബ്ബുരെ കരുണ ഇല്ലാത്തായെങ്കിൽ സ്വർഗത്ത് പ്രവേശിക്കാൻ സാധ്യമില്ല. അപ്പൊ അതുകൊണ്ട് നാണ് അമലെടുത്ത് നിസ്കരിച്ചെന്ന് വിചാരിച്ച് സ്വർഗത്ത് പോകുമെന്ന് വിചാരിക്കണ്ട. ഞങ്ങൾ പ്രത്യേകമായി അല്ലാഹുവോട് ചൊല്ലണം റബ്ബേ നിന്റെ റസൂലിനെ അനുസരിച്ച് ഞങ്ങൾ ജീവിച്ചോന്നുള്ള നിന്റെ ഖുർആൻ അനുസരിച്ച് ജീവിച്ചോന്നുള്ള ഇനി നിന്റെ കാരുണ്യം കൊണ്ട് നീ ഞങ്ങളെ സ്വർഗത്ത് ഇട്ടില്ല എന്ന് തായെങ്കിൽ റബ്ബേ ഞങ്ങൾ നഷ്ടത്തിലേക്ക് പോവാ റബ്ബേ അതുകൊണ്ട് ഞങ്ങളെ സ്വർഗത്തിലാക്കല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു തന്നെ ഒരു നാളിൽ 3 വട്ടം പ്രത്യേകമായി നിങ്ങൾ ദുആ കരു അല്ലാഹുമ്മ ഇന്ന നസ്അലുകൽ ജന്നത്തുൽ ഫിർദൗസ്. റബ്ബേ നിന്നൊട്ടിക്ക് ഞങ്ങൾ ജന്നത്തുൽ ഫിർദൗസ് കേക്കറല്ല. വനഊദു ബിക മിനൻ നാർ നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങൾ രക്ഷണ കേക്കറല്ല. ഇത് ദുആ നോന്തിക്കോണം ആത്മാർത്ഥമായിട്ട് അല്ലാഹുവോട്ടിക്ക് നിരന്തരമായി കേട്ടോയിക്കോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ചൊല്ലുന്നത് എത്തിക്കറ. അതൊരൊട്ടികമേ അവസാനമായിട്ട് ഒന്നുകൂടി മനസ്സിലാക്കുന്നത് അള്ളാഹുരെ പേര് ചൊല്ലുന്നതൊരു വിഷയം. അത് നിർബന്ധമായിട്ടും ഞങ്ങൾ അറിഞ്ഞിരിക്കണം. അള്ളാഹ് ചൊല്ലുള്ള പേര് അതേപോലെ അർ-റഹ്മാൻ അർ-റഹീം ചൊല്ലുള്ള പേര് അള്ളാഹ് ചൊല്ലുള്ള പേര് ഞങ്ങൾ ഏതൊരു രൂപത്തിലും ഏതൊരു ബുക്കിലും ട്രാൻസ്ലേറ്റ് ആക്കിയത് കാണുക സാധ്യമല്ല. അള്ളാഹ് ചൊല്ലുള്ള പേര് അതെന്തിനു ചൊല്ല് പിന്നെ ഞങ്ങൾ മനസ്സിലാക്കുകൊണ്ട് അർ-റഹ്മാൻ അർ-റഹീം ചൊല്ലുന്നത് ഞങ്ങൾ ട്രാൻസ്ലേറ്റ് ആക്കി കന്നഡ ട്രാൻസ്ലേഷൻ എടുക്കും. അവ ചില ആൾമാർ വസ്വാസമൊക്കെ വന്നാറ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾമാരെ എല്ലാത്തുക്കും ഇല്ലേ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾമാരില്ലേ ഫസ്റ്റ്. അപ്പൊ വസ്വാസമൊക്കെ വന്നാർ എന്തിനെ ട്രാൻസ്ലേറ്റ് ആക്കുന്ന ഒരു പേര് ഉദാഹരണക്ക് ഷമീർ ചൊന്തിന്നെങ്കിൽ അത് എല്ലാ ഭാഷത്തിലും ഷമീർ എത്തിക്കണം. അമേരിക്കത്തിൽ ഹാൻസം ചൊന്തിന്നോണ്ട് പേര് ഇന്ത്യത്ത് പറയുമ്പോൾ സുന്ദരാജ് ഒന്ന് പേരാവില്ലല്ലേ, പേര് ഹാൻസം അല്ലേ. ഇവിടെ സുന്ദരാജ് ഒന്ന് പേരുന്നോണ്ട് അവിടെ എത്തുമ്പോ ഹാൻസം ചൊന്താവില്ലല്ലേ, എല്ലാം സെയിം അല്ലേ. അവിടെ മിസ്റ്റർ വൈറ്റ് ചൊന്ത് പേരുന്നോണ്ട് ഇവിടെ വരുമ്പോക്ക് ബിലിയ ചൊന്ത് പേര് ചേഞ്ച് ആവറ ഇല്ലല്ലേ. അപ്പൊ പിന്നെ അങ്ങനെ അള്ളാഹുരെ പേര് ഞങ്ങൾ അർ-റഹ്മാൻ റഹീം വെച്ച് ട്രാൻസ്ലേറ്റ് ആക്കിയത്. ഇപ്പൊ കന്നഡ ഖുർആനെല്ലാം കാണുമ്പോൾ ഇങ്ങനെ ട്രാൻസ്ലേഷൻ ഇല്ലേ. അവിടെ മനസ്സിലാക്കണം പ്രത്യേകമായിട്ട് മുഅ്മിനീങ്ങ മനസ്സിലാക്കൂല വിഷയം. ഒന്ന് സ്വാദിഖ് ചൊന്തൊർത്തര പേരിന്ന് എന്തായെങ്കിൽ അവನು ಸ್ವಾದಿಕ್ ಅವನು ಚೊಂತುಂಡ ಸ್ವಾದಿಕ್ ಅಂದ್ರೆ ಸತ್ಯಸಂಧ ಐತಿಕೊಂಡು ಚೊಂತುಂಡ ಇಲ್ಲ. ಒರ್ತರ പേര് സ്വാലിഹ ಐತಿಕರ നല്ല വ്യക്തി ಅಂತ ആ പേരിന്റെ സാത്ത് അവನು നല്ല വ്യക്തി ആവുകൊണ്ട വിചാരിക്കുക നമുക്ക് എല്ലാം നല്ല വ്യക്തിമാർ സ്വാലി പേരിന്നങ്ങ ഇല്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേര് ഞങ്ങളുടെ പേരിനെ പോലെ അല്ല. പഠിക്കൊണ്ട് വിശ്വസിക്കൊണ്ട് അമലെടുക്കൊണ്ട് അള്ളാഹുവിന്റെ പേരിൽ നിന്ന്
ആ ഒരു പേരിന്റെ ഉദ്ദേശം എന്തേ മനസ്സിലാക്കുക വേണ്ടി ദൈത്യക്ക് ട്രാൻസ്ലേറ്റ് ആക്കരെ പേരിനെ ട്രാൻസ്ലേറ്റ് ആക്കണോ ചൊന്തുള്ള നീയത്തിൽ അല്ല ആക്കില്ല ഇവിടെ അള്ളാഹുരെ പേര് ഇപ്പൊ റഹ്മാൻ ചൊന്തുള്ള പേരില് അള്ളാഹുരെ കരുണ അരിപ്പാട്ട് അള്ളാഹുരെ കരുണ ചൊന്തുള്ള സിഫത്ത് നമുക്ക് അറിയുകൊണ്ടു അള്ളാഹു കരുണ ഉള്ളവനെ തിക്രാ ചൊന്ത് നിങ്ങൾക്ക് പൊടിയാവുകൊണ്ടു അതുകൊണ്ട് ആ കാരുണ്യത്തെ ഞങ്ങൾ കേക്കുകൊണ്ട് അള്ളാഹുരൊട്ടിക്ക് റബ്ബേ അതിന്റെ കരുണയിൽ നിന്ന് നക്ക് നീ താ റബ്ബേ നിന്റെ കാരുണ്യത്തിൽ നിന്ന് കാട്ടല്ല ചൊന്ത് കേക്കുമുണ്ട് അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേര് ഞങ്ങളെ പേരെ പോലെ അല്ല അതുകൊണ്ട് ഇതിക്കറ് ആ പേര് ഉദ്ദേശിക്കറ് എന്തിനെ ചൊന്ത് അറിഞ്ഞെങ്കിൽ മാത്രം ഇതിക്കറ് ആ ഉദ്ദേശത്തെ അനുസരിച്ച് തവണ മുന്നോളൂ ഇബാദത്ത് എടുക്കറ അള്ളാഹുര പേര് ഇതിക്കറ് ഗഫൂർ ഈ പേരോനോ ആയിരപ്പെട്ട ചൊന്നുള്ള ഗഫൂർ ഗഫൂർ ಅಂತ ಹಂಗ ಇದರ ಅರ್ಥ ಅಂದ್ರೆ ಅವನಿಗೆ ಗೊತ್ತಿಲ್ಲ ಅಂತ ಹಂಗೆ ഒരു ಎಫೆಕ್ಟ್ ഉണ്ടാവോ ಅದೇ ಓನ್ ಮನಸ್ಸಲಾಕಿ ಅಲ್ಲಾಹ್ರ ಗಫೂರ್ ಚೆಂದ ಉದ್ದೇಶಿಕರೆ ತಪ್ಪುರೆ ಮಾಫ್ ಹಾಕ್ರೋಣ ಐತಿಕ್ರ ಅಪ್ಪೊಮ್ಮೆ ಅವನ പേര് വെച്ച് റബ്ബേ ഗഫൂറായ റബ്ബേ ನನ್ನ ತಪ್ಪುರೆ നീ മാഫ് ആക്കിത അല്ലാഹ് ഇത് ഇനിയും ധാരാളമായിട്ട് മനസ്സിലാക്കൊണ്ടു ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞങ്ങൾ മനസ്സിലാക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിഷയത്തിൽ ഞങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കില്ല പല വിഷയമുണ്ട് അതിൽ ഒന്നൈത്തിക്കർ അസ്മാഇ വ സിഫാത്ത് അള്ളാഹുരെ പേരും അള്ളാഹുരെ സിഫത്തുള്ള വിശ്വാസം അത് മനസ്സിലാക്കുമ്പോൾ അള്ളാഹുരെ ആറ് ചൊന്തും അള്ളാഹുരെ ഞങ്ങൾ മുട്ടത്തിൽ മനസ്സിലാക്കുക സാധിക്കരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് എല്ലാവർക്കും അതുകൊല്ല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ എല്ലാ സന്ദർഭത്തിലും അള്ളാഹുരെ പേടിച്ച് ജീവിക്കുക തൗഫീഖ് അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയതായ എല്ലാ ചെറിയമ്പല തപ്പുരെ അള്ളാഹു പുറത്ത് മാഫാക്കി തരട്ടെ ഈമാനോട് കൂടി ജീവിച്ചത് ഇതേ ഈമാനോട് കൂടി മരിക്കുക തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ അവസാനമായിട്ട് മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വന്തം കലിമത്ത് ഷഹാദത്ത് ഉച്ചരിച്ചത് മരിക്കുക തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ കുടുംബത്തിലും നിരക്കറിലും ചങ്ങായിമാരിലും അബ്ബവും പല ആൾമാരും വഫാത്തയ്യാർ അല്ലാഹു നമുക്ക് മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അങ്ങനെ ഞങ്ങളെല്ലാവരും നാളെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തൊട്ടിക കൂടുക തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ وصلى الله على نبينا محمد سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته